നിങ്ങൾക്കൊരു ദിവസം കലശമായ ദാഹം അനുഭവിച്ചു. ഒരു നിലക്കും സഹിക്കാൻ പറ്റാത്ത ദാഹം. കൊട്ടാരത്തിലെവിടെയും ഒരു തുള്ളി വെള്ളം ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ രാജ്യം മുഴുവനും നിങ്ങളുടെ കുടിവെള്ളത്തിന് വേണ്ടി പട്ടാളക്കാരും നിങ്ങളുടെ ഹാദിമീങ്ങളും എല്ലാവരും സെർച്ച് ചെയ്തു. ഒരു തുള്ളി വെള്ളം എവിടുന്നും കിട്ടാനില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ മരണത്തോട് മല്ലിടുന്ന, ദാഹിച്ചിട്ട് മരിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളെത്തി. അപ്പോഴാണ് നിങ്ങൾക്ക് അപരിചിതനായ, പരിചയമില്ലാത്ത ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് പറയാണ്, ഈ വെള്ളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് എന്ന് വിചാരിക്കരുത്, വെള്ളത്തിന് വിലയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തു പറയും? തരാം എന്ന് പറയും. എത്രയാ വില? എത്ര വില എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ രാജ്യം ഉണ്ടല്ലേ, വിശാലമായ സാമ്രാജ്യം, ഇതിൻ്റെ നേരെ പകുതി എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് നിങ്ങളുടെ രാജ്യത്തിൻ്റെ പകുതി എഴുതി കൊടുക്കുമോ എന്ന് ഇബ്നു സമ്മാക്ക് തങ്ങൾ വളരെ സോഫ്റ്റായിട്ട് ഹാറൂൺ റഷീദിനോട് ചോദിച്ചു. ഹാറൂൺ റഷീദ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെള്ളത്തിൻ്റെ വില? ഇപ്പോൾ യഥേഷ്ടം കിട്ടുന്നുണ്ടല്ലോ കുടിവെള്ളം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടി. ഒരുപാട് തവണ യൂറിൻ പാസ് ചെയ്യാൻ ടോയ്ലറ്റിൽ പോകുന്നില്ല, മൂത്രം ഒരുപാട് തവണ പോയി. പലരും പറയുന്നു വെള്ളം കുടിക്കണം. നിങ്ങൾ കുടിച്ച് വെള്ളം കുറേ കുടിച്ചു. ഇനി ആരെങ്കിലും വെള്ളം കുടിക്കണം എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ തല വെട്ടും എന്ന അർത്ഥത്തിലേക്ക് എത്തി. അത്രയും കുടിച്ച് നിങ്ങളുടെ വയറ് വീർത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു തുള്ളി മൂത്രം പോകണില്ല. പലരും പല മെഡിസിനും തന്ന് പരീക്ഷിച്ചു നോക്കി, ഒന്നിനും ഫലം കാണുന്നില്ല. നിങ്ങൾ മരിക്കാൻ തന്നെ എന്തപ്പോൾ ചെയ്യുക? വേറെ വഴിയില്ലല്ലോ. വേദന കൊണ്ട് പൊളയുന്നു, അസഹനീയമായ വേദന, കലശമായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, പക്ഷെ ഒരു തുള്ളി പോകണമില്ല. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചെറിയൊരു ഗുളിക കാണിച്ചു തന്നിട്ട് പറയണം, ഇത് കഴിച്ചാൽ ഒറ്റയടിക്ക് മൂത്രം പോകും, കഴിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് ശിക്ഷയ്ക്കും വിധേയമാക്കാം, ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇത് ഫ്രീ ആയിട്ടൊന്നും തരില്ല, നിങ്ങളുടെ രാജ്യം ഫുള്ളായിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ആ ചെറിയ ഗുളികയ്ക്ക് വേണ്ടി, അത് നിങ്ങളുടെ മൂത്രം നജസ് പുറത്തു പോയതിനു വേണ്ടി നിങ്ങളുടെ രാജ്യം ഫുള്ളായിട്ട് വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചു. കൊടുക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം ഉഫ്രാനൊക്കെ കഴിഞ്ഞിട്ട് ചൊല്ലുന്ന ഒരു അൽഹംദുലില്ലാ ഹൃദയത്തിൽ നിന്നാണോ അല്ല വെറുതെ വെറും വാക്കാണോ എന്ന് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണത്തെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാം പ്രശ്നം.